ഒരാളെ പരിചയപ്പെടുത്താം. 94 വയസ്സുകാരനാണ്. ഇന്ത്യൻ നേവിയുടെ മാത്രമല്ല ബ്രിട്ടീഷ് നേവിയുടെയും ഭാഗമായിരുന്ന അശോകൻ കുന്നുമ്മൽ. സാർ നമസ്കാരം. ഇപ്പോഴും 94 ചെറുപ്പവുമായി നടക്കുകയാണ്. അതെ, തീർച്ചയായും. എങ്ങനെയാണ് ഈ ചെറുപ്പം ഇങ്ങനെ കാത്തുസൂക്ഷിക്കുന്നത്? നമ്മൾ കാര്യമായി എക്സസൈസ് ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക. കണ്ടമാനം ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. സമയത്തിന് കഴിക്കുക, മിതമായി കഴിക്കുക, മുട്ടയും പാലും എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ആരോഗ്യം നാടിൻ്റെ സമ്പത്താണ്. വ്യായാമം ശീലമാക്കണം. 18 ജൂൺ 1931 വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരുപാട് മെഡലുകളൊക്കെ കിടക്കുന്നത് കണ്ടു. അതൊക്കെ ഞാൻ വോളിബോൾ പ്ലെയറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വോളിബോളിൻ്റെ എന്താ പറയുക ഇന്ത്യൻ നേവിയുടെ കോച്ചായി. നേവിയുടെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റഫറിയാണ് ഞാനിപ്പോൾ. ജീവിച്ചിരിക്കുന്ന ഏക റഫറിയാണ് ഇൻ്റർനാഷണൽ റഫറി വോളിബോൾ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം പോളോ ഔട്ടും ട്രിപ്പിൾ ജമ്പുമാണ്. ലോങ് ജമ്പ് ഞാനിപ്പോൾ ഈ പ്രാവശ്യം മെഡലിസ്റ്റാണ് ഞാൻ. ഈ 2024 മാർച്ചിൽ ഞാൻ ഗോൾഡ് മെഡലിസ്റ്റാണ് തമിഴ്നാട്ടിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ. ഷോർട്ട് പുട്ട്, ലോങ് ജമ്പ്, ഡിസ്കസ് ത്രോ ആൻഡ് ജാവലിൻ, ഈ 4 ഇപ്പോൾ നിലവിൽ ഞാൻ ദേശീയ ചാമ്പ്യനാണ്. ഈ 2023 എനിക്ക് ഭീഷ്മ അവാർഡ് വന്നിട്ടുണ്ട്. ആദ്യമായി ഭാരതത്തിൽ ഭീഷ്മ അവാർഡ് വരുന്നത് എനിക്കാണ്. എൻ്റെ തലയിലെ 1-2 മുടിയൊക്കെ നരച്ചു തുടങ്ങി. അധികം പ്രായമൊന്നും അതിൽ ചെറുപ്പമാണ്. പക്ഷേ ഇത് ഒറിജിനൽ നോ, ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ രോഗിയായി തിരികെയാണ് ആളുകൾ. എന്താണ് അതിനൊരു കാരണം? പ്രധാനപ്പെട്ട കാരണം എക്സസൈസ് ഇല്ലായ്ക, വ്യായാമം ചെയ്യാതിരിക്കുക, അമിതമായ ഭക്ഷണം കഴിക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും അരമണിക്കൂറെങ്കിലും മനുഷ്യൻ നടക്കുക, ശുദ്ധമായി ശ്വസിക്കുക. മദ്യപാനം തീരെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മദ്യപാനം ഉപേക്ഷിക്കണം. മദ്യപാനം നമുക്കെപ്പോഴും ഹാനികരമാണ്. അതോടൊപ്പം സിഗരറ്റ് വലി. ഈ 2 കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും നിങ്ങൾക്ക് മറ്റ് രോഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തായാലും ചാക്കുകളൊക്കെ ഒരുപാട് നിറയ്ക്കാൻ പറ്റട്ടെ, ചുറുചുറുക്കോടെ ട്രാക്കുകളിൽ ഇനി നിറയാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്.